മക്കയിൽ നിന്ന് സ്വഹാബത്തുൽ കിറാം മദീനയിലേക്ക് ഹിജറ പോന്നതിൻ്റെ ശേഷം മക്കയിലുണ്ടായിരുന്ന സ്വഹാബത്തുൽ കിറാമിൻ്റെ മുഴുവൻ സമ്പത്തുക്കളും മക്ക മുശ്രിക്കീങ്ങൾ കൊള്ളയടിക്കാൻ തുടങ്ങി. മുസ്ലിമീങ്ങളുടെ സമ്പത്തുകൾ മക്ക മുശ്രിക്കീങ്ങൾ കൊള്ളയടിച്ചു എന്ന് മാത്രമല്ല, ആ സമ്പത്തുകൾ ഉപയോഗിച്ച് ആയുധങ്ങൾ വാങ്ങിക്കൂട്ടി മുസ്ലിമീങ്ങൾക്കെതിരെ അവർ പ്രയോഗിക്കാൻ തുടങ്ങി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പലപ്പോഴും മക്കയിലുള്ള മുശ്രിക്കീങ്ങൾ മുസ്ലിമീങ്ങളുടെ സമ്പത്ത് കൊള്ളയടിച്ച് ഷാമിലേക്കും മറ്റും കൊണ്ടുപോകുന്ന കച്ചവട ചരക്കുകൾ തിരിച്ചു വരുന്ന സമയത്ത് ഉപരോധം ഏർപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അപ്പോഴൊക്കെ അവർ വഴിമാറി സഞ്ചരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ 43 ആളുകൾ 1000-ഓളം ഒട്ടകങ്ങളുമായി സിറിയയിലേക്ക് കച്ചവടത്തിന് വേണ്ടി യാത്ര ചെയ്ത് ലാഭവുമായി തിരിച്ച് മക്കയിലേക്ക് പോകുന്നുണ്ട് എന്ന വിവരം ലഭിക്കുന്നത്. മുസ്ലിമീങ്ങളുടെ സമ്പത്ത് കൊള്ളയടിച്ച് മുസ്ലിമീങ്ങളുടെ സമ്പത്ത് ഉപയോഗിച്ച് കച്ചവടം ചെയ്ത് ആ പണം ഉപയോഗിച്ച് മുസ്ലിമീങ്ങളെ നശിപ്പിക്കുക എന്നതായിരുന്നു മക്ക മുശ്രിക്കീങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ അത് തടയൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമീങ്ങളുടെ നിലനിൽപ്പിന് അനിവാര്യമായിരുന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ സുഫിയാന്റെ ആ കച്ചവട സംഘത്തെ തടയാൻ വേണ്ടി 313 സ്വഹാബികളുമായി പുറപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന 313 സ്വഹാബികളിൽ 60 സ്വഹാബികൾക്കാണ് പടയങ്കി ഉണ്ടായിരുന്നത്. 2 കുതിരകളും 70 ഒട്ടകങ്ങളും മാത്രമായിരുന്നു അവർക്ക് സഞ്ചരിക്കാനുണ്ടായിരുന്ന വാഹനങ്ങൾ. ഓരോ വാഹനത്തിലും ഓരോ സ്വഹാബികളും ഊഴം വെച്ചിട്ടാണ് യാത്ര ചെയ്തിരുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്ര ചെയ്യുന്ന ഒട്ടകത്തിൽ കുറച്ചു കഴിയുമ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഊഴമാകും. തൊട്ടടുത്തത് മർസദ് ഇബ്നു മർസദ് എന്ന് പറയുന്ന സ്വഹാബിയുടെ ഊഴമാകും. റമദാൻ 8-നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ നിന്ന് പുറപ്പെടുന്നത്. ആ സമയത്ത് മദീന പള്ളിയുടെ ഇമാമത്തിന്റെ ഉത്തരവാദിത്വം അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു തആല അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂൽ ഏൽപ്പിച്ചു. ഇതേ സമയം അബൂ സുഫിയാന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപരോധിക്കാൻ വരുന്നുണ്ട് എന്ന വിവരം ലഭിക്കുകയാണ്. ഉടൻ തന്നെ ലംലം എന്ന് പറയുന്ന ആളെ ഒരു കുതിരപ്പുറത്ത് കയറ്റി വിവരം മക്കയിലെത്തിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു അബൂ സുഫിയാൻ. അബൂ സുഫിയാന്റെ നിർദ്ദേശപ്രകാരം ലംലം വളരെ ഭീകരമായൊരു രൂപത്തിൽ മക്കയിലേക്ക് കടന്നു ചെല്ലുകയാണ്. ശരീരം മുഴുവനും വികൃതമാക്കി ലംലം മക്ക മുശ്രിക്കീങ്ങളോട് വിളിച്ചു പറയുകയാണ്, നിങ്ങളുടെ സമ്പത്ത് മുഴുവനും നഷ്ടപ്പെടാൻ പോവുകയാണ്, മുഹമ്മദ് ഉപരോധിക്കുന്നു നിങ്ങളുടെ സമ്പത്തിനെ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സമ്പത്ത് ആവശ്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ സർവായുധ വിഭൂഷകരായി മദീനയിലേക്ക് പുറപ്പെടേണ്ടതുണ്ട്. കേൾക്കേണ്ട താമസം അബൂജഹലിന്റെ നേതൃത്വത്തിൽ 1000 ആളുകൾ 100 കുതിരകളുമായി 600 ഒട്ടകങ്ങളുമായി സർവായുധ വിഭൂഷകരായി മദീനയിലേക്ക് പുറപ്പെടുകയാണ്. പക്ഷേ ഈ സമയം അബൂ സുഫിയാൻ അതിവിദഗ്ധമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സ്വഹാബത്തിന്റെയും മുന്നിൽപ്പെടാതെ കടൽ തീരത്തിലുള്ള വഴിയിലൂടെ മക്കയിലേക്ക് രക്ഷപ്പെടുകയാണ്. ഞങ്ങൾ സുരക്ഷിതരായി മദീനയുടെ പാത പിന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു മക്കയിലേക്ക് പോയിക്കൊള്ളുക എന്ന വിവരം അബൂജഹലിനെ അബൂ സുഫിയാൻ അറിയിക്കുകയാണ്. പക്ഷേ അബൂജഹലിന്റെ മറുപടി മറ്റൊന്നായിരുന്നു. അബൂജഹൽ പറഞ്ഞു, വല്ലാഹി ലാ നർജിഉ ഹത്താ നരിദ ബദറ, ഞങ്ങൾ ബദറിലെത്താതെ ശത്രുക്കളെ കണ്ടുമുട്ടാതെ ഞങ്ങൾ തിരിച്ചു പോവില്ല. പക്ഷേ കൂട്ടത്തിലുണ്ടായിരുന്ന 100ഓളം ആളുകൾ മക്കയിലേക്ക് ഈ വാർത്ത കേട്ട ഉടനെ തിരിച്ചു പോവുകയാണ്. അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദിഫ്റാൻ എന്ന സ്ഥലത്തെത്തിയപ്പോഴാണ് മക്കയിൽ നിന്ന് മുശ്രിക്കീങ്ങൾ ഒന്നടങ്കം ഇസ്ലാമിനെ ആക്രമിക്കാൻ വേണ്ടി മദീനയിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട് എന്ന വിവരം ലഭിക്കുന്നത്. ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തുൽ കിറാമിനോട് അഭിപ്രായം ചോദിച്ചു, എന്താണ് ചെയ്യേണ്ടത്? ആദ്യം തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, റസൂലെ ഞങ്ങൾ റെഡിയാണ്, നമുക്ക് യുദ്ധത്തിന് പുറപ്പെടാം. മിഖ്ദാദ് ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു, അല്ലാഹുവിന്റെ റസൂലെ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് മൂസാ നബിയുടെ ജനത പറഞ്ഞതുപോലെ, ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ ഹാഹുനാ ഖായിദൂൻ, നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോ, ഞങ്ങൾ ഇവിടെ ഇരിക്കാം എന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ ഒരിക്കലും പറയില്ല. വലാകിൻ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ മഅകുമാ മുഖാതിലൂൻ, നബിയെ താങ്കളും താങ്കളുടെ റബ്ബും കൂടെയുണ്ടെങ്കിൽ
ഞങ്ങൾ യുദ്ധം ചെയ്യാൻ തയ്യാറാണ്. ഇതായിരുന്നു മിഖ്ദാദ് ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മറുപടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും സഹാബത്തുൽ കിറാമിലേക്ക് നോക്കിയിട്ട് ചോദിച്ചു, അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം പറയാനുള്ളത്? സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ, ഞങ്ങളെയാണോ ഉദ്ദേശിച്ചത് അഥവാ മദീനക്കാരെയാണോ ഉദ്ദേശിച്ചത്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നാം, അതെ, മദീനക്കാരെയാണ് ഉദ്ദേശിച്ചത്. കാരണം ബദർ എന്ന് പറയുന്ന പ്രദേശം മദീനയുടെ ബൗണ്ടറിക്ക് അപ്പുറത്താണ്. അല്ലാഹുവിന്റെ റസൂലുമായിട്ടുള്ള കരാറ് മദീനത്ത് റസൂലുള്ളാഹി തങ്ങൾ വന്നാൽ സംരക്ഷണം കൊടുക്കാമെന്നാണ്. മദീനയുടെ പുറത്തായതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പ്രത്യേകം അവരുടെ അഭിപ്രായം ചോദിക്കുകയാണ്. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ, അവിടെ നിന്നൊരു സമുദ്രത്തിന്റെ തീരത്ത് ഞങ്ങളെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ആ സമുദ്രത്തിലേക്ക് ചാടാൻ ഞങ്ങളോട് കൽപ്പിച്ചാൽ ഞങ്ങൾ അതിനും തയ്യാറാകും, ഞങ്ങളും യുദ്ധത്തിന് തയ്യാറാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം പ്രകാശിച്ചു. റസൂലുള്ളാഹിക്ക് സന്തോഷമായി. അല്ലാഹുവിന്റെ റസൂൽ ആകാശത്തിലേക്ക് കൈ ഉയർത്തി പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇന്നഹും ഹുഫാത്തുൻ ഫഹ്മിൽഹും, അല്ലാഹുവേ, ഇവർ നഗ്നപാതുകരാണ്, പാദരക്ഷയില്ലാത്തവരാണ്, ഇവർക്ക് നീ വാഹനം നൽകണേ. അല്ലാഹുമ്മ ഇന്നഹും ഉറാത്തുൻ ഫക്സിഹിം, അല്ലാഹുവേ, ഇവർ നഗ്നരാണ്, ഇവർക്ക് നീ വസ്ത്രം നൽകണേ. അല്ലാഹുമ്മ ഇന്നഹും ജിയാഉം ഫഅശ്ബിഹും, അല്ലാഹുവേ, വിശന്നവരാണ്, ഇവർക്ക് നീ ഭക്ഷണം നൽകണേ. ഹബീബായ റസൂലുള്ളാഹി ബദറിലേക്ക് പുറപ്പെടുമ്പോൾ സ്വഹാബത്തുൽ കിറാമിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേതൃത്വത്തിൽ ബദറിലെത്തിയ സ്വഹാബത്ത് 1000-ഓളം വരുന്ന മക്ക മുശ്രിക്കീങ്ങളുമായി ഏറ്റുമുട്ടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫുർഖാൻ എന്ന് വിശേഷിപ്പിച്ചത് 2 കാര്യങ്ങളെ സംബന്ധിച്ചാണ്. ഒന്ന്, സത്യത്തിന്റെയും അസത്യത്തിന്റെയും ഇടയിൽ വേർതിരിക്കുന്ന വിശുദ്ധ ഖുർആൻ. രണ്ടാമത്തത്, സത്യത്തിന്റെയും അസത്യത്തിന്റെയും ഇടയിൽ വേർതിരിക്കുന്ന ബദർ. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശലോകത്ത് നിന്നും മലക്കുകളെ അയച്ച് ബദർ യുദ്ധത്തിൽ സഹാബികളെ സഹായിച്ചു. മലക്കുകൾ നേരിട്ട് പങ്കെടുത്ത ഒരേ ഒരു യുദ്ധം ബദർ യുദ്ധമാണെന്ന് ചരിത്രത്തിൽ കാണാം. അവസാനം മുസ്ലിമീങ്ങൾക്ക് സമ്പൂർണ്ണ വിജയമുണ്ടായി. ഇസ്ലാമിനെ ആക്രമിക്കാൻ വന്ന 70ഓളം മുശ്രിക്കീങ്ങളെ തടവുകാരാക്കി മദീനയിലേക്ക് കൊണ്ടുപോയി. പക്ഷേ റഹ്മത്തുല്ലിൽ ആലമീൻ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച ലോകത്തിന് മുഴുവനും അനുഗ്രഹമായി വന്ന അല്ലാഹുവിന്റെ റസൂല് ഓരോ സഹാബികളുടെ കയ്യിലേക്കും തടവുകാരായ മുശ്രിക്കീങ്ങളെ ഏൽപ്പിക്കുന്ന സമയത്ത് പറഞ്ഞു, ഇത്തഖില്ലാഹ ഫീ, ദേഹത്തിന്റെ കാര്യത്തിൽ നീ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് അള്ളാഹുവിന്റെ റസൂൽ പ്രത്യേകം അവരോട് ഉപദേശിക്കുകയാണ്. സഹാബത്തിന്റെ ചരിത്രത്തിൽ കാണാം. അതുകൊണ്ട് തന്നെ തങ്ങളെ മക്കയിൽ ജീവിക്കാൻ അനുവദിക്കാതിരിക്കുകയും അവസാനം മദീനയിലേക്ക് വന്നതിന് ശേഷം മദീനയിലേക്ക് പിന്തുടർന്നു വന്ന് മുസ്ലിമീങ്ങളെ ആക്രമിക്കുകയും ചെയ്തിട്ട് പോലും ആ മക്കാ മുശ്രിക്കീങ്ങളെ കയ്യിൽ കിട്ടി വീട്ടിലേക്ക് കൊണ്ടുപോയ മക്കാ മുശ്രിക്കീങ്ങളെ സ്വഹാബികൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തതെന്ന് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത മാതൃകയാണ്. ഓരോ സ്വഹാബിയും ആ മക്കയിലെ മുശ്രിക്ക് ഭക്ഷണം കഴിച്ച് വിശപ്പടക്കിയതിനു ശേഷം മാത്രമാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. മക്കാ മുശ്രിക്കീങ്ങൾ ഭക്ഷണം കഴിച്ചതിന്റെ ശേഷം ഒന്നും ബാക്കി വരാത്ത ദിവസങ്ങളിൽ മുഴുപട്ടിണിയിലാണ് മദീനക്കാരായ സ്വഹാബികൾ ആ രാത്രി കഴിഞ്ഞുകൂടിയത് എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. ഇതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതെന്ന സാഹോദര്യവും സ്നേഹവും. കുറെ ദിവസങ്ങൾക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കക്കാരായ തടവുകാരെ വിളിച്ചു ചോദിച്ചു, നിങ്ങൾക്ക് അക്ഷരമറിയുമോ? അവർ പറഞ്ഞു, ഞങ്ങൾക്ക് എഴുതാനും വായിക്കാനും അറിയാം. എന്നാൽ നിങ്ങൾ മദീനയിലുള്ള 10 കുട്ടികൾക്ക് അക്ഷരം പഠിപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലേക്ക് സ്വസ്ഥമായി തിരിച്ചു പോകാം. ഇതായിരുന്നു ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബദറിൽ പങ്കെടുത്ത മുശ്രിക്കീങ്ങളെ ഒന്നടങ്കം ആക്ഷേപിക്കാൻ പാടില്ല. കാരണം അതിൽ അധിക ആളുകളും പിന്നീട് പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അബൂ സുഫിയാൻ അടക്കം, അബൂജഹലിന്റെ മകൻ ഇക്രിമ അടക്കം പല ആളുകളും പിന്നീട് സ്വഹാബികളായി മാറിയിട്ടുണ്ട്. ബദർ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾക്കെതിരെ പടപൊരുതിയ ആളാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ പിതൃ സഹോദരൻ അബ്ബാസ്. പക്ഷേ പിന്നീട് അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബദറിൽ പങ്കെടുത്ത മക്കാ മുശ്രിക്കീങ്ങളെ ഒന്നടങ്കം ആക്ഷേപിക്കുന്നതും അധിക്ഷേപിക്കുന്നതും നല്ലതല്ല.